നമസ്കാരം. സൗഹൃദത്തിന് മതമുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. തൻ്റെ പ്രിയ സുഹൃത്തായ മമ്മൂട്ടിക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി നടൻ മോഹൻലാൽ വഴിപാട് കഴിച്ചത് എന്താണ് പ്രശ്നം? അതിനെ മത അവഹേളനമാക്കി കരുതേണ്ട കാര്യമുണ്ടോ? എഴുത്തുകാരനും പ്രഭാഷകനുമായ അബ്ദുള്ളയ്ക്കാണ് ഇപ്പോൾ കണ്ണുകടി. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് വഴിപാട് നടന്നതെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും അബ്ദുള്ള പറയുന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഹി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫറൈത്തുമില്ലാത്ത ഉൽഉസ്സ അമനാത്ത സാലിസത്തുൽ ഉഖ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാഹിലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത ഉസ്സയെ കണ്ടില്ലേ, മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശൈത്താൻ കടന്നു കൂടിയിട്ട് ഇതിൻ്റെ ഷഫായത്തുമില്ല തുർത്തജ, അവരുടെ ഷഫായത്ത് സംഭവ്യമാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു. അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായ ലാത്തയാവട്ടെ ഉസ്സയാവട്ടെ ശബരിമല ശാസ്താവാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും. ഒരിക്കലും തന്നെ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാവുന്നതല്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഓക്കെ. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷമാക്കിയ ഒന്നാണ്. മോഹൻലാൽ മമ്മൂട്ടി സൗഹൃദം അദ്ദേഹത്തിന് കാണാൻ അന്ധതയാണ്. വെറും അന്ധതയല്ല, മതത്തിന്റെ അന്ധത. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.